അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു പകുതി തണ്ണിമത്തന്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. നല്ല ചുവപ്പ് നിറത്തിലുള്ള തണ്ണിമത്തനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതാവുമ്പോൾ നല്ല കളർ ഉണ്ടാവും. ഇത് ഞാൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ജ്യൂസ് അതിന്റെ വേർതിരിച്ച് എടുക്കാം കേട്ടോ. അരിച്ചിട്ട് എടുത്തു വെക്കാം. ഇത് ഞാനൊരു വേറെ പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അഗർ അഗർ പൗഡറാണ് കേട്ടോ. ഇതൊരു 1 ടീസ്പൂൺ അഗർ അഗർ പൗഡർ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ. ഇപ്പൊ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്കൊന്ന് ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കാം. തണുക്കാൻ വെച്ചതിന് ശേഷം വേണം നമുക്കിത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. പിന്നെ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പൊ ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ല സൂര്യകാന്തി പൂവിന്റെ ഡിസൈനുള്ള ഒരു മോൾഡാണ് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് ചൂടോടെ ഒഴിച്ചാലും ഇതിന് പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ബേക്ക് ചെയ്യാനൊക്കെ വെക്കുന്ന ഒരു സിലിക്കോണിന്റെ മോൾഡാണ് കേട്ടോ ഇത്. ഇപ്പൊ ഇത് നന്നായിട്ട് ഇത് ഫ്രീസായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുത്താൽ വേഗത്തിൽ തന്നെ ഇത് സെറ്റായിട്ട് കിട്ടും കേട്ടോ. കണ്ടോ, നമ്മുടെ സൂര്യകാന്തി പൂവിന്റെ ആകൃതിയിലുള്ള വാട്ടർമെലൺ ജെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ കുട്ടികൾക്കും നമുക്കായാലും ഒക്കെ ഒരു കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഒരു വെറൈറ്റി ആരാലേ ആഗ്രഹിക്കാത്തത്? അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.